പൈലറ്റ് മനഃപൂർവ്വം അട്ടിമറി നടത്തിയതാണോ നമ്മുടെ എയർ ഇന്ത്യ വിമാനം? റിപ്പോർട്ടുകൾ അങ്ങനെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ഞാൻ സുനിൽ തുടക്കം മുതൽ ഇത് അട്ടിമറിയാണ് എന്ന് വിശ്വസിക്കുന്നവനാണ്. അതിന് കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സംഭവമായതുകൊണ്ടാണ്. ഞാൻ സ്ക്വയർലി ഇതിൽ സംശയിച്ചത് പാകിസ്ഥാൻ അല്ലെങ്കിൽ തുർക്കി, സെലബി എന്ന് പറയുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി. സെലബി അപ്പം തന്നെ പത്രക്കുറിപ്പ് ഇറക്കി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, അവരെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ പറഞ്ഞു ഈ അഹമ്മദാബാദിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിഡ്രോ ചെയ്തു. പിന്നെ ചൈന നമ്മുടെ സോഫ്റ്റ്വെയറിൽ പലതവണ കടന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് എൻജിനീയേഴ്സിന് പോലും തലയിൽ കയറില്ല. 2020 ബോംബെയിലെ പവർ സപ്ലൈ മുഴുവൻ ചൈന സോഫ്റ്റ്വെയർ വെച്ച് 2 മണിക്കൂറോ മറ്റോ സ്വിച്ച് ഓഫ് ചെയ്തു. സമ്മതിക്കില്ല നമ്മുടെ ആൾക്കാർ. ഇസ്രായേൽ നമുക്ക് തന്ന ഒരു ഡ്രോണിൻ്റെ കൺട്രോൾ ചൈന ഏറ്റെടുത്തു കഴിഞ്ഞ മാസം. നമുക്ക് ഇസ്രായേൽ കുലുങ്ങി. ഇസ്രായേൽ അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിലേക്ക് കൺട്രോൾ എടുത്തിട്ട് നമുക്ക് കുലുക്കൊന്നുമില്ല. സോഫ്റ്റ്വെയറൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. സായിപ്പ് ഒരു കള്ളത്തരവും കാണിക്കില്ല. നമ്മുടെ വിശ്വാസമാണ്. നമ്മളുടെ ഭരണാധികാരികളുടെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ വലിയൊരു വിഭാഗവും എല്ലാവരും ഇല്ല, അതിനകത്ത് ഇതറിയാവുന്ന ആൾക്കാരുണ്ട്. ബട്ട് ദേ ആർ നോട്ട് വോസിഫറസ്. അവരെ കൊണ്ട് സംസാരിപ്പിക്കില്ല. ഇപ്പോൾ ഈ വിമാനം നോക്കിക്കോളൂ. ഐ വുഡ് സേ ഇറ്റ് ഈസ് എ ഫൂളിഷ് ഡിസൈൻ ഫോൾട്ട്. ഒരു വിമാനത്തിൻ്റെ എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന സ്വിച്ച് എത്ര കാഷ്വലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു നോക്കി. അതും അതിൻ്റെ നമുക്ക് നോർമൽ ടേമിൽ സംസാരിക്കാം. ആക്സിലറേറ്റർ അവർ ഈ പൈലറ്റ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും പുറകോട്ട് എടുക്കുകയും ചെയ്യുന്ന, എൻജിൻ സ്പീഡ് ത്രസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. 2 സ്വിച്ചിൻ്റെ 2 സൈഡിലായിട്ട് 2 കോളർ ഫിറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് ഓർക്കാതെ കൈ തട്ടാതിരിക്കാനാണ്. എങ്ങനെയാണ് ആ കോളർ ഓർക്കാതെ കൈ തട്ടുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? പക്ഷെ അവർ പറയുന്നത് ഇത് അങ്ങനെ പറ്റില്ല, അതിനൊരു ലോക്കുണ്ട്, ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണല്ലോ. അതെ, 2.2 mm 0.09 ഇഞ്ച് ലിഫ്റ്റ് ചെയ്താൽ മതി. അത് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് നോട്ട് ലിഫ്റ്റിംഗ് ഇറ്റ്. ഹണിവെല്ലിൻ്റെ സ്വിച്ചാണ്. ഹണിവെൽ മൈക്രോ സ്വിച്ചൊക്കെ ഉണ്ട്. ടേൺ ഓവർ വൈസ് ബോയിങ്ങിൻ്റെ അത്രയും വലിയ ഇലക്ട്രോണിക് കമ്പനിയാണ് ഹണിവെൽ. ഹണിവെൽ സ്വിച്ചസ് ആർ ലോകപ്രസിദ്ധമാണ്. മൈക്രോ സ്വിച്ചസിൻ്റെയൊക്കെ ആൾക്കാരാണ് അവർ ഉണ്ടാക്കിയൊരു സ്വിച്ചാണ്. ആ സ്വിച്ച് ഉപയോഗിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ബോയിങ് ആണ്. ബോയിങ് ആ സ്വിച്ച് 0.2 mm എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെന്നാലും അതിൻ്റെ ലിഫ്റ്റ് എത്രയേ ഉള്ളൂ. 0.2 mm ലിഫ്റ്റ് ചെയ്തിട്ട് താഴ്ത്തുക അല്ലെങ്കിൽ പൊക്കുക. അത് പറയുന്നില്ല, ലിഫ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വിചാരിക്കും ഇത് 2 കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇടേണ്ടതാണ്. അങ്ങനെ അല്ല, അങ്ങനെയൊന്നുമല്ല. വളരെ ചെറിയ സ്വിച്ചാണത്. അതിങ്ങനെ ചുമ്മാ ഒന്ന് തൊട്ടാൽ ലിഫ്റ്റ് ആകും, അങ്ങോട്ടാക്കാം ഇങ്ങോട്ടാക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇത് ആക്സിഡൻ്റലി സംഭവിച്ചതാണെന്നാണ്? അല്ല, പിന്നെ അല്ല, ആക്സിഡൻ്റലി സംഭവിച്ചതല്ല, ഡെലിബറേറ്റ്ലി. ഈ നിങ്ങൾ ഈ ആ സ്വിച്ചിന് ഒരു സ്റ്റോപ്പറുണ്ട്. നമ്മൾ സാധാരണ വാതിലിന് മുകളിൽ കുറ്റിയിടുമല്ലോ, എൻജിനീയറിങ്ങിൽ ടവർ ബോൾട്ട് എന്ന് പറയും. ആ കുറ്റി നമ്മൾ മുകളിലേക്ക് അതിലേക്ക് കയറ്റിയിട്ട് സൈഡിലേക്ക്, അതാണ് സ്റ്റോപ്പർ. ലോക്ക്. ഈ സ്റ്റോപ്പറിലേക്ക് ഇടാതെ നമ്മൾ വെറുതെ കുറ്റി മുകളിലേക്ക് ഇട്ടുമെന്ന് വെച്ചോ, ആക്സിഡൻ്റിൽ താഴത്തേക്ക് വരാം. നല്ല 4 ഇടി ഇടിച്ചാൽ തുറന്നു വരും. 4 ഇടിയൊന്നും വേണ്ട. മിക്കവാറും ഇത് തുറക്കുന്നത് ഡോറ് പുറത്തേക്കൊന്ന് വലിക്കുമ്പോഴാണ്. അകത്തേക്ക് തള്ളിയാൽ ഇത് വീഴുകയില്ല. കാരണം ഡോറിൻ്റെ ഫോഴ്സ് കൊണ്ട് ഇവൻ അനങ്ങില്ല. അതേസമയം ഡോറ് പുറത്തേക്ക് വലിച്ചു എന്ന് വെച്ചോ, ഈ കുറ്റി ടക്ക് എന്ന് പറഞ്ഞ് താഴെ വീഴും, ലൂസാവും പുറത്തേക്ക് വലിക്കുമ്പോൾ. ഇത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ 2 പേരാണ് ഒരു റൂമിൽ. ഒരാൾ വന്നു, മറ്റേ ആൾ വരാനിരിക്കുന്നു. അതുവരെ അതിൽ തുറന്നിടാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ കുറ്റി ലോക്ക് ചെയ്യാതെ ഇങ്ങനെ തള്ളി വയ്ക്കും. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം, ബാക്കി ആര് വന്നു കഴിഞ്ഞാലും ഇവരകത്തേക്കല്ലേ തള്ളുന്നത്. എൻ്റെ ഫ്രണ്ട്, റൂമിലുള്ള ഫ്രണ്ട് വരുമ്പോൾ അവനറിയാം ഇതിങ്ങനെയാണ് ചെയ്തത്. അവൻ പുറത്തേക്ക് വലിക്കും,
ക്ലിങ് എന്ന് താഴെ വീഴും, അവനകത്തേക്ക് കയറും. ഒരു പുതിയ വിദ്യ പറഞ്ഞു കൊടുക്കുക. ആ കട്ടിലിൽ നിന്ന് എണീറ്റ് പോയി ഇത് തുറക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട്. ദിസ് ഈസ് ദ സെയിം യൂസ്ലെസ് തിങ് യു ആർ യൂസിങ് ടു സ്വിച്ച് ഓഫ് ആൻഡ് റൺ ആൻ എയർക്രാഫ്റ്റ്. എന്നിട്ട് അത് ഈ പറഞ്ഞ ആക്സിലേറ്ററിൻ്റെ തൊട്ട് താഴെ വെച്ചിരിക്കുന്നു. കള്ളാവാ എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഒരു സംശയമുണ്ട്. ഇത് ഈ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പരിശോധനകൾ നടത്തിയിട്ടാണ് അവസാനം അത് ക്രോസ് ചെക്ക് ചെയ്യും പൈലറ്റ് കയറിയിട്ട് ഒക്കെ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ വിമാന കമ്പനികൾക്ക് അറിയില്ലേ ഈ സ്വിച്ചിന് ഇത്രയും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന്? അറിയാം. അതുകൊണ്ട് അവൻ 2018 അവൻ അഡ്വൈസറി ഇഷ്യൂ ചെയ്തു. ഇങ്ങനെ സ്റ്റോപ്പർ ഇല്ലാതെ ഒരുപാട് സ്വിച്ചുകൾ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് 737. ചിലതൊക്കെ 787ലും കയറി കാണും. ഒന്ന് നോക്കിക്കോളണേ. നമ്മുടെ കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ മറ്റേ യെല്ലോ അലർട്ട് പോലെ ഒരു സാധനമാണ് ഈ അഡ്വൈസറി. അതാരും മൈൻഡ് ചെയ്യില്ല. യെല്ലോ അലർട്ട്, റെഡ് അലർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സുനിൽ എന്താ ചെയ്യാറുള്ളത്? ഒന്നും ചെയ്യില്ല, ആസ് യൂഷ്വൽ. ഒന്നും ചെയ്യില്ല. റെഡ് അലർട്ട് എന്ന് എഴുതി കാണിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ അഡ്വൈസറി. അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഇങ്ങനത്തെ ഒരു സാധനമാണ് അഡ്വൈസറി. മാൻഡേറ്ററി ആയിട്ട് ആ കമ്പനിയുടെ, ബോയിങ് കമ്പനിയുടെ ജോലിയല്ലേ ഓരോ ഫ്ലൈറ്റും താഴെ ഇറങ്ങി കഴിയുമ്പോൾ ദാ ഈ സ്റ്റോപ്പറുള്ള സ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നൗ ദിസ് ഈസ് ടു ബി റീപ്ലേസ്ഡ്. അത് കഴിഞ്ഞ് ട്രയൽ എടുത്തിട്ട് വേണം അടുത്ത ഫ്ലൈറ്റിന് പോകാൻ. ഇതല്ലേ ചെയ്യേണ്ടത്, വിച്ച് ദേ ഡിഡ് നോട്ട്. പക്ഷേ അതൊരു ബ്ലാങ്കറ്റ് റീസൺ അല്ലേ? ഇങ്ങനെ പോകുന്ന ഒരുപാട് വിമാനങ്ങളുണ്ടാവും. നമ്മുടെ ഈ പർട്ടിക്കുലർ വിമാനം വീണത് എങ്ങനെയാണ്? അതായത് ഓരോ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ എഞ്ചിനീയേഴ്സ് പരിശോധിക്കുന്നു, ലാസ്റ്റ് വന്നിട്ട് പൈലറ്റ് കയറി നോക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്, പൈലറ്റ് ഉണ്ടാക്കിയ അട്ടിമറിയാണോ? അവസാന നിമിഷം പറക്കും മുമ്പ് പൈലറ്റ് ഇത് കാണേണ്ടതല്ലേ ഇത് ഓഫാക്കിയിരിക്കുന്നത്? ഇല്ല, ഓഫാക്കിയിട്ടല്ലല്ലോ, ടേക്ക് ഓഫ് ചെയ്തല്ലോ. ഇത് പൊങ്ങിക്കഴിഞ്ഞ് ഓഫാക്കി എന്നാണ് പറയുന്നത്. പൊങ്ങിക്കഴിഞ്ഞ് ഓഫാക്കി എന്ന് പ്രിലിമിനറി റിപ്പോർട്ട് പറയുന്നത്. സംസാരമുണ്ട്. ആര് ചോദിച്ചു? ഈ സംസാരമല്ല, അതൊരു കോട്ടഡ് സ്പീച്ചാണ്. ഇത് ഈ പ്രിലിമിനറി റിപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കള്ളത്തരമാണെന്ന് ഞാൻ കരുതുന്നു. അതിൽ കോട്ടഡ് സ്പീച്ചാണ്. വൺ പൈലറ്റ് was telling the other pilot, why did you switch off? Yes. And the other pilot replied, I didn't do so. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്, അവരുടെ സംഭാഷണമല്ല. ആരോ പറഞ്ഞതാണ്, അവരുടെ സംഭാഷണമല്ല. ഇപ്പോൾ വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് എന്നുള്ള ചോദ്യം ഒരു സംശയമായിട്ട് ചോദിക്കാം. വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് ഒരു സംശയമാണ്. സ്വിച്ച് ഓഫ് ചെയ്യരുതായിരുന്നു എന്നുള്ള അർത്ഥത്തിലും ഈ ചോദ്യം ചോദിക്കാം. വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് എന്നുവെച്ചാൽ ചെയ്തു കൊടുത്ത് തെമ്മടിത്തരം കാണിക്കുന്നോ എന്ന് ചോദിക്കാം. വെറുതെ സംശയത്തിന് ചോദിക്കാം, വൈ ഡിഡ് യു സ്വിച്ച് ഓഫ്? ഇതെന്താ ഓഫ് ചെയ്യാൻ കാര്യം? ഇതിലേതാണ് ഈ ചോദ്യത്തിൻ്റെ ടോൺ? എന്താ? നിങ്ങൾക്ക് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ വോയിസാണ് റെക്കോർഡ് ചെയ്യുന്നത് എലോങ് വിത്ത് ടോൺ. നിങ്ങൾ എന്തിനത് റിപ്പോർട്ടഡ് സ്പീച്ചാക്കി? ഏത് സെക്കൻഡിലാണ് ഈ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്? ആ സെക്കൻഡ് ഇല്ല റിപ്പോർട്ടിൽ. ചില സെക്കൻഡുകളൊക്കെ അപ്രത്യക്ഷമാണ് റിപ്പോർട്ടിൽ. റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് UTC എന്ന സമയം വെച്ചിട്ടാണ്. എന്താ UTC? ഞാനിത് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ പഴയ ഗ്രീൻവിച്ച് മീൻ ടൈമാണ് UTC. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അഹമ്മദാബാദിൽ നടന്ന അപകടമില്ലേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലല്ലേ അത് റെക്കോർഡ് ചെയ്യേണ്ടത്? വൈ ആർ യു ഗോയിങ് ഫോർ UTC? അത് ഇരിക്കട്ടെ, അപ്പോൾ ഒരു പക്ഷേ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ UTC ആയിരിക്കും. അവർ അമേരിക്കയിൽ നിന്ന് വന്നതാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. ലോകമെല്ലാം അംഗീകരിക്കുന്ന ആ ടൈം ലൈൻ എടുത്തു എന്നൊക്കെ പറയാം. നിങ്ങളതിൻ്റെ സമയം കൊടുത്തിട്ടില്ല. അതൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ 15 പേജാണ് റിപ്പോർട്ട്. ഞാനത് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ റിപ്പോർട്ട് വരാതിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കള്ളത്തനം. ഡീറ്റെയിൽ റിപ്പോർട്ടിന് ഒരു ടൈം ലിമിറ്റും ഇല്ല. ലോകത്തിലെല്ലാവരും കൂടെ അംഗീകരിച്ച് വെച്ചിരിക്കുകയാണ് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് വിത്തിൻ 30 days കൊടുക്കണം. ഫൈനൽ റിപ്പോർട്ടോ അതെന്ന് വേണമെങ്കിലും കൊടുക്കാതെയും ഇരിക്കാം. ചൈനയുടെ ആക്സിഡൻറ്റ് ഇതുപോലെ ആത്മഹത്യയാണെന്നൊക്കെ പറയുന്നത് അവരിന്ന് വരെ ആ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല. പ്രിലിമിനറി റിപ്പോർട്ട് വിട്ടു, ഫൈനൽ റിപ്പോർട്ട് വിട്ടിട്ടില്ല, ഇതുവരെ വിട്ടിട്ടില്ല. ഒരുപാട് വിമാനങ്ങളുടെ ഫൈനൽ റിപ്പോർട്ട് വരാതെ ഇങ്ങനെ അങ്ങ് പോകും. കാരണം അതിന് സമയപരിധിയില്ല. ഇതിന് സമയപരിധി വെച്ചു. ഇത് ഈ രാത്രി 1:30 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം എന്താ? സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്ക് അല്ലെങ്കിൽ DGCAക്ക് രാത്രി 1:30 ഇത് അപ്ലോഡ് ചെയ്യുന്നു. 2 മണി ഒക്കെ ആയപ്പോൾ BBC വാർത്ത വരുന്നു.
പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണ്, പ്ലെയിന് യാതൊരു തകരാറുമില്ല. 2 മണിക്ക് ഉണർന്നിരിക്കുന്ന ട്വിറ്ററിലെ ജീവികളുണ്ട് ഇന്ത്യയിൽ. അവരെല്ലാം കൂടെ ബഹളം വയ്ക്കുന്നു, വാട്ട് നോൺസെൻസ്, നിങ്ങളെങ്ങനെ ഈ കൺക്ലൂഷൻ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരിത് പെട്ടെന്ന് ഈ DGCA വെബ്സൈറ്റിൽ പോയിട്ട് റിപ്പോർട്ട് ചടപടാന്ന് വായിക്കുന്നു, പിന്നെ തുടങ്ങുന്നു എന്ന്. അതിന് മുമ്പ് തന്നെ വാഷിങ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഗാർഡിയൻ, BBC ഇവരെല്ലാം അങ്ങോട്ടൊരു നരേറ്റീവ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ രാവിലെ എണീറ്റ് ഞാനൊന്ന് യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ക്യാപ്റ്റൻ സ്റ്റീവ്, അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നത്തെ പറ്റിയുള്ള അനാലിസിസാണ്. ഒരു 3-4 മണിക്കൂറായിട്ടുണ്ട്. ഒരു 3 ലക്ഷത്തിലധികം പേരത് കണ്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ സ്റ്റീവ് മനോഹരമായിട്ട് ഇത് ഒരു പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണെന്ന് സ്ഥാപിക്കുന്നു, വളരെ വികാരഭരിതനായിട്ട്. പക്ഷെ അസാമാന്യമായി എങ്ങനെയാണ് അതെൻ്റെ ഫീൽഡിൽ വന്നു. ഞാൻ ഇന്ന് വരെ ഈ ക്യാപ്റ്റൻ സ്റ്റീവിനെ കണ്ടിട്ടേ ഇല്ല, ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് കെയിം ടു മൈ മൊബൈൽ. ഇത് എത്ര കോടി മൊബൈലുകളിൽ ഇയാളുടെ ഈ പ്രോഗ്രാം ഫീഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 മണിക്കൂർ കൊണ്ട് 3,49,000 മറ്റേ അപ്പം തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞത്. ഇന്ത്യക്കാരാണല്ലോ കൂടുതലും ഇത് കാണേണ്ടത്. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാർ ഏകദേശം 3-3.5 ലക്ഷം പേര് ഇത് കണ്ടു കഴിഞ്ഞു. ഈ ക്യാപ്റ്റൻ സ്റ്റീവിൻ്റെ എക്സ്പ്ലനേഷൻ അയാൾ ഇതൊക്കെ ചെയ്ത് അവസാനം ഒരു രക്ഷയില്ലാതെ പുള്ളി ആർതർ കോണൻ ഡോയലിൻ്റെ പ്രശസ്തമായ വരികളൊക്കെ ഉദ്ധരിച്ച് ആത്മഹത്യയാണ്, പാവം, കഷ്ടം, എന്ത് ചെയ്യും നമ്മളെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ ഒരു നരേറ്റീവ് രാവിലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തു. അതിനുവേണ്ടി അവരെ സഹായിക്കാനായിട്ട് രാത്രി 1:30-നും 2-നും ഇടയ്ക്ക് DGCA ഇത് അപ്ലോഡ് ചെയ്തു. നമ്മുടെ DGCA ഈ പറഞ്ഞ എൻക്വയറി കമ്മിറ്റിയിലുണ്ടല്ലോ, NTSB, ലോകപ്രശസ്ത എല്ലാ വിമാനാപകടങ്ങളും അന്വേഷിക്കുന്ന ഏജൻസി, അവരുണ്ട്, ബോയിങ്ങിൻ്റെ ആൾക്കാരുണ്ട്, നമ്മുടെ ആൾക്കാരുണ്ട്, പോലീസുകാരനുണ്ട്, എന്തിനും ആയിക്കോട്ടെ, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ് അസംബ്ലി, ഇവരൊക്കെയുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ്. ഏറ്റവും വലിയ രസം, ഈ റിപ്പോർട്ടിന് ഡേറ്റ് ഇല്ല. ഈ റിപ്പോർട്ടിന് താഴെ ആരും പേരെഴുതി ഒപ്പിട്ടിട്ടുമില്ല. വെറുതെ ഒരു കടലാസ്. നാളെ ഇത് ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, കഴിഞ്ഞു. ഒരു ആധികാരികതയും ഈ റിപ്പോർട്ടിൽ. എത്ര കാഷ്വലായിട്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു വിമാനാപകടം, അതും 260 പേര് മരിച്ച. ഇനി ശരി, പൈലറ്റ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വയ്ക്കുക. സാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്യുന്ന ആരും കൊലാറ്ററൽ ഡാമേജ് വരുത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ആത്മഹത്യ ചെയ്യണം, ഞാൻ പോയി തീവണ്ടിക്ക് തലവയ്ക്കും എന്നുള്ളതല്ലാതെ തീവണ്ടി ഉരുട്ടിയിട്ടിട്ട് ഞാൻ ചാവാൻ നോക്കുമോ? 10,500 പേര് ചത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ചെയ്യാറില്ല. ഒരു മനുഷ്യന് ചെയ്യില്ല. എന്തിന്? ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ എത്രയോ മാർഗങ്ങളുണ്ട്. അയാൾ പൈലറ്റായിരിക്കുന്ന വിമാനം പൊട്ടി താഴെ ഇട്ടിട്ട് അയാൾക്ക് അതിന് കൂടെ എത്രയോ പേര് ചാവുമെന്ന് അയാൾക്കറിയാം. അതും ടേക്ക് ഓഫിലായി കഴിയുമ്പോൾ ഇത് താഴെയുള്ളവരും കുറച്ച് പേര് മരിച്ചല്ലോ. 241 പേര് വിമാനത്തിൽ, ഒരാൾ ബാക്കിയുള്ള ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി 10-20 പേര് താഴെയുള്ള ഹോസ്റ്റലിലെ ഡോക്ടർമാർ, പഠിക്കാൻ വന്ന പിള്ളേർ, ഇവരൊക്കെ മരിച്ചുപോയി. ഇങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ഒരു മനുഷ്യൻ പുറപ്പെടുവോ? അയാൾക്ക് ചാവാൻ എത്രയോ മാർഗങ്ങളുണ്ട്. ഈ ബോയിങ് കമ്പനിയെ സേവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണെന്നാണോ എന്നാണ് പ്രഥമ ദൃഷ്ടിയ എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ഈ അമേരിക്കൻസ് എല്ലാം കൂടെ ഈ നരേറ്റീവ് ഓടിച്ചതുകൊണ്ട്, അമേരിക്കൻസ് പ്ലസ് യൂറോപ്യൻസ്, അവർ ബോയിങ്ങിനെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഇത് ആത്മഹത്യയാണ്, പൈലറ്റ് ആത്മഹത്യയാണ്, ഇത് തന്നെ ചെയ്തു. അപ്പോൾ എന്നിട്ട് പിന്നെയും പിടിക്കപ്പെടുമോ എന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2018 തന്നെ അവരെടുത്ത മുൻകൂർ ജാമ്യമാണ് ഈ സ്വിച്ച് തന്നെത്താനെ ഓപ്പറേറ്റ് ചെയ്തു എന്ന് വരും. തന്നെത്താനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്വിച്ച്, വെറും സാധ്യത മതി, 1% സാധ്യത മതി, ആ സ്വിച്ച് ആ വിമാനത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. അല്ല, അപ്പോൾ എൻജിൻ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷനാണ്. 2 വിരലും ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എൻജിൻ ഷട്ട് ഡൗൺ സംഭവിക്കാവുള്ളൂ. ഇതൊക്കെ ഈ മനുഷ്യജീവനൊന്നും ഇൻവോൾവ് അല്ലെങ്കിലും ഇതിലും കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു തെർമൽ പവർ സ്റ്റേഷൻ്റെ ഓപ്പറേഷൻ. അതിൽ വർക്ക് ചെയ്തവനാണ് ഞാൻ. അതിൻ്റെ സേഫ്റ്റി ഫാക്ടേഴ്സൊക്കെ എനിക്ക്, എങ്ങനെയാണ് ഒരു എമർജൻസി ബട്ടൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതിനെന്തെല്ലാം, ആക്സിഡൻ്റലായിട്ട് കൈതട്ടി ചായ തുളുമ്പിയപ്പോൾ പ്ലാന്റ് ഓഫായിപ്പോയി, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? യു ആർ പ്ലേയിങ് വിത്ത് മില്യൺസ് ഓഫ് പീപ്പിൾസ് ലൈവ്സ്. അല്ല, ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഫോൾട്ടി സ്വിച്ചസ്, കുറേ കുഴപ്പമുള്ള
തകരാറുള്ള ഈ സ്വിച്ചുകൾ കുറേ കാലമായി ഉപയോഗിക്കുന്നുണ്ട്. അത് മാറ്റാത്തത് ഒരു വീഴ്ചയാണ്. ആ വീഴ്ച കൊണ്ട് യാദൃശ്ചിക സംഭവിച്ചതായിക്കൂടെ? എനിക്ക് മനസ്സിലാവണില്ല. ഏതെങ്കിലും ഒരു വാതിലിൻ്റെ കുറ്റിക്ക് ഈ സ്റ്റോപ്പർ ഇല്ലാതെ സുനിൽ കണ്ടിട്ടുണ്ടോ? അബദ്ധവശാൽ സ്റ്റോപ്പർ വെച്ചില്ല. എന്നിട്ട് ആ കമ്പനി, ഈ ടവർ ബോൾട്ട് ഉണ്ടാക്കുന്ന കമ്പനി എല്ലാവർക്കും കത്തയക്കുന്നു, ഞങ്ങളുടെ ചില ടവർ ബോൾട്ടിലൊക്കെ താഴെ ആ സംഗതിയില്ല, അതൊന്ന് ശ്രദ്ധിക്കണം, പുതിയ വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യണം. ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? അപ്പോൾ ഒരു വീടിൻ്റെ വാതിലിൻ്റെ ടവർ ബോൾട്ടിനുള്ള ശ്രദ്ധ പോലും ഒരു എൻജിൻ സ്വിച്ച് ഓഫിൻ്റെ ബോയിങ് 787-8 ഡ്രീം ലൈനറിൻ്റെ എൻജിൻ ഷട്ട് ഓഫിൻ്റെ സ്വിച്ചിൽ കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ എത്ര കാഷ്വലായിട്ട് അത് ചെയ്യുന്നു. ആർ ദേ എൻജിനീയേഴ്സ്? ഐ ഡൗട്ട് സീരിയസ്ലി. ഈ വിമാനമൊക്കെ വാങ്ങുന്നത് നമ്മളെ തല്ലിയാൽ മതിയല്ലോ. അതെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾട്ടി സാധനം ഉണ്ടെങ്കിൽ അതൊരു അട്ടിമറിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ബോയിങ് കമ്പനി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടല്ലേ? ഈ അട്ടിമറി, ഈ സ്വിച്ച് ഓഫ് ഉണ്ടല്ലോ, ഈ എൻജിൻ സ്വിച്ച് ഓഫ് ആയി എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ടൈമിങ് കൊടുത്തിട്ടുണ്ട്. എൻജിൻ സ്വിച്ച് ഓഫ് ആയി, റാം ആക്ടിവേറ്റ് ചെയ്തു, ഇതെല്ലാം ഇത് ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ സ്വിച്ച് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ പറ്റും. You can corrupt the software so that it switches off the engine at any time. ഈ നിങ്ങൾ ഈ സ്വിച്ച് ഇടുമ്പോൾ തന്നെ സംഭവിക്കുന്നത് ദിസ് മെസ്സേജ് ഗോസ് ടു എ സോഫ്റ്റ്വെയർ. അല്ലാതെ എൻജിനിലേക്കുള്ള ഫ്യൂവല് ഈ സ്വിച്ചിൽ കൊണ്ടുവന്നിട്ട് ഒരു വാൽവ് പോലെ ആക്കിയിട്ട് പെട്രോൾ തുറന്നു വിടുക, അടയ്ക്കുക, അങ്ങനെയല്ല. ഞാൻ കരുതി അങ്ങനെ ആയിരിക്കും. അങ്ങനെയല്ല. അത് മാനുവലി മാത്രം. എൻജിൻ ഇരിക്കുന്നത് നമ്മളുടെ ചിറകുകളുടെ താഴെയിലാണ്. അവിടുന്ന് എൻജിനിലേക്കുള്ള ഫ്യൂവല് പൈപ്പ് വഴി ഈ കോക്പിറ്റ് വരെ കൊണ്ടുവന്നിട്ട് അവിടെ വാൽവ് വെച്ച് അതൊന്നും അല്ല. ഇത് ചെയ്യുന്നത് എൻജിനിലേക്കുള്ള ഫ്യൂവൽ അവിടെ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കും, ഫ്യൂവൽ പമ്പ് വഴി. യു ഓപ്പറേറ്റ് ഓൺലി ദ പമ്പ് ത്രൂ എ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ സ്വിച്ച്. ഈ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ സോഫ്റ്റ്വെയർ കറപ്റ്റ് ആണെങ്കിൽ ഇറ്റ് മേ മിസ്ബിഹേവ്. ഇറ്റ് ക്യാൻ. അതിനെ മിസ്ബിഹേവ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി സോഫ്റ്റ്വെയറിൽ എന്ത് സാധനവും നിങ്ങൾക്കൊരു ബഗ് കയറ്റി വിട്ടിട്ട് ഇല്ലാതെയാക്കാൻ പറ്റും. അത് സുനിലിൻ്റെ മൊബൈലിലും സംഭവിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല മൊബൈൽ. എന്ത് ചെയ്യും? റീസ്റ്റാർട്ട് ചെയ്യും. അതെ, എന്നുവെച്ചാൽ എല്ലാം കൂടെ ഷട്ട് ഡൗൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ്. ഇതുപോലെ ഫ്ലൈറ്റും ഷട്ട് ഡൗൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അതിനാണ് ഈ സ്വിച്ച് ഇവർ കൊടുത്തിരിക്കുന്നത്. എൻജിൻ അങ്ങ് ഓഫ് ചെയ്യുക എല്ലാം. ഇത് നിങ്ങൾക്ക് മിഡ് എയറിൽ ചെയ്യാം. ഒരു 5000-10,000 അടി ഹൈറ്റിലാണെങ്കിൽ എല്ലാം കൂടെ ഓഫ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക. സോ ദാറ്റ് യു ആർ ബാക്ക് ടു നോർമൽ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 1000 അടി 1500 അടി നിങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിറകുള്ളതുകൊണ്ട് നിങ്ങളുടെ വരവിന് സ്പീഡൊന്ന് കുറയുന്നേ ഉള്ളൂ. ബട്ട് നിങ്ങൾ തേങ്ങ വീഴുന്ന പോലെ വീണുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. ഇതിൽ ഇവർക്ക് ഈ ഹൈറ്റിലല്ലാത്തതുകൊണ്ട് ആ സമയം കിട്ടിയില്ല. അപ്പോൾ അവർ സേവ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കാം. അതിൻ്റെ പ്രൊസീജിയർ തന്നെ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ എൻജിനിൽ തീ പിടിക്കുന്നു, അല്ലെങ്കിൽ എൻജിനിൽ പക്ഷി കയറി, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി, എൻജിൻ ഫ്ലെയിം ഔട്ടായി, ഫ്യൂവൽ പോകുന്നുണ്ട്, പക്ഷേ ഫ്ലെയിമില്ല, തീയില്ല, കത്തണ്ടേ, ഫ്യൂവൽ കത്തണ്ടേ, ഫ്ലെയിം ഔട്ട് എന്ന് പറയും. ഈ 3 കണ്ടീഷനിൽ അവർ തന്നെ കൊടുത്തിരിക്കുന്ന പ്രൊസീജിയർ നിങ്ങൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുക. സോ ദാറ്റ് എല്ലാം റീസെറ്റാകും. സകല സോഫ്റ്റ്വെയറും എല്ലാം റീസെറ്റായിട്ട് ആദ്യം മുതൽ തുടങ്ങും. പക്ഷെ ഒരു സഹായം ചോദിച്ച് ഇവരൊരു മെയ്ഡ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ദുരൂഹമാണ്. ഞാൻ പറയട്ടെ, ഇവർ എത്രയാ 21ാം മിനിറ്റിലോ മറ്റാണ് ഈ സംഭാഷണം നടക്കുന്നതെന്ന് മനസ്സിലാവുന്ന അതിൻ്റെ സീക്വൻസിങ്. അതിൻ്റെ കറക്റ്റ് ടൈം കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് 9 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് മെയ്ഡേ വരുന്നത്. ഈ 9 സെക്കൻഡിനിടയ്ക്ക് ഈ 2 പൈലറ്റും തമ്മിൽ ഒന്നും സംസാരിച്ചില്ലേ? ഒന്നും പറയുന്നില്ല. അതിന് മുമ്പ് പൈലറ്റുമാരൊന്നും സംസാരിച്ചില്ലേ? ടേക്ക് ഓഫ് ചെയ്ത് ഈ വൈ ഡിഡ് യു സ്വിച്ച് ഓഫ് എന്ന് ചോദിക്കുന്നത് വരെ ഇവർ മിണ്ടാതിരിക്കുകയായിരുന്നു. ആ സംഭാഷണം എവിടെ? അത് ഈ ഒരു റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ റിപ്പോർട്ട്. ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ്. ഇങ്ങനൊരു റിപ്പോർട്ട് വരുന്നത് നമുക്ക് ഈ സമൂഹത്തിൽ വളരെ സാധാരണക്കാരായ നമുക്ക് പോലും ഈ സംശയം തോന്നുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾക്ക് ഒക്കെ ഈ സംശയം ഉണ്ടാവണ്ടേ? സ്റ്റോക്ക് റിപ്ലൈ ആണ് അവരുടെ.
Oh, don't jump into conclusion. Let the final report come. And the final report is not going to come. It will not come. അതിനു മുമ്പ് നിങ്ങൾ ഈ ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. ആ 2 പൈലറ്റുമാരുടെ ഭാര്യമാരും മക്കൾക്കും അവർക്കുണ്ടാകുന്ന ഒരു വേദന ആലോചിച്ച് നോക്കി. നിങ്ങൾ പൈലറ്റ് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നു. ഏത് പൈലറ്റാണ് നിങ്ങൾ പറയുന്നത്? 2 പേരെയും സംശയത്തിൻ്റെ വൈ ഡിഡ് യു ഡു സോ എന്ന് ചോദിക്കുന്ന പൈലറ്റ് ആരാണ് അറിയില്ല. ഐ ഡിഡിൻ ഡു സോ എന്ന് പറയുന്ന പൈലറ്റ് ആരാണ് അതും അറിയില്ല. ബട്ട് വാസ്തവത്തിൽ അവർക്കത് അറിയാം. അവർ റിപ്പോർട്ടിൽ എഴുതാഞ്ഞതാണ്. കാരണം ഓരോ പൈലറ്റിൻ്റെയും ഈ പറഞ്ഞ ഓഡിയോ 1, ഓഡിയോ 2, പിന്നെ പുറകിൽ ഓഡിയോ 3 ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റെക്കോർഡിങ്. അപ്പോൾ ഏത് മൈക്രോഫോണിൽ നിന്നാണ് ഈ വോയിസ് വന്നിരിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം. ബട്ട് സ്റ്റിൽ ദേ ഡിഡ്ന്റ് ഡിസ്ക്ലോസ്. 2 പൈലറ്റുമാരെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പൈലറ്റുമാരുടെ അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വാട്ട് യൂസ്? നിങ്ങൾ യു ഹാവ് ലോസ്റ്റ് ദ നരേറ്റീവ്. സായിപ്പന്മാർ നേടിക്കഴിഞ്ഞു. അങ്ങോട്ടങ്ങ് ആത്മഹത്യയാണ് പറയുന്നത്. ദുർബലമായിട്ട് നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പറയുന്നു, അല്ല ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. പീപ്പിൾ ആർ ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ. നിങ്ങൾ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി, അങ്ങനെ സംശയം തോന്നുന്ന സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തു. അത് നിങ്ങൾ ഈ ആയുധം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് പാതിരാത്രിക്ക് ശേഷം സായിപ്പന്മാരുടെ കയ്യിൽ കൊടുത്തു. ഒറ്റ കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. ആരാത്? മോഹൻ നായിഡു സംബടി. ഒരു കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്തിന് ഇത് രാത്രി 1:30 നിങ്ങൾ അപ്ലോഡ് ചെയ്തു ഈ റിപ്പോർട്ട്? വൈ ദ റിപ്പോർട്ട് ഈസ് അൺഡേറ്റഡ്? ഡേറ്റ് ഇല്ലാത്തതെന്ത്? സൈൻ ഇല്ലാത്തതെന്ത്? ബാക്കി സ്വിച്ചും സംഗതിയൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ആരാണ് ഈ റിപ്പോർട്ടിൻ്റെ ഫാദർ ഓഫ് ദ റിപ്പോർട്ട്? ഹൂ ജനറേറ്റഡ് ദിസ് റിപ്പോർട്ട്? സംബഡി ഹാസ് ടു സൈൻ ഓൺ ബിഹാഫ് ഓഫ് ദ കമ്മിറ്റി or somebody prepared. സാധാരണ ഒരു റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ, ഓതറൈസ്ഡ് ബൈ, സൈൻഡ് ബൈ, സംതിങ് ഹാസ് ടു ബി ദർ. അറ്റ്ലീസ്റ്റ് ഡേറ്റ് ഹാസ് ടു ബി ദർ. പക്ഷെ ഇത്ര സാഹസപ്പെട്ട് ബോയിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് പകരം അത് വിൽ ഡു സി ബോയിങ്ങിൻ്റെ 14,000 വിമാനങ്ങൾ ഭൂലോകത്ത് കിടന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ കാശ് മുടക്കി ബോയിങ്ങിന് എളുപ്പത്തിൽ പറഞ്ഞാൽ പോലെ ഇതൊരു സോഫ്റ്റ്വെയർ അറ്റാക്ക് ആയിരുന്നു, ഒരു ടെറർ അറ്റാക്ക് ആയിരുന്നു പറഞ്ഞാൽ then the responsibility comes on them. ബിക്കോസ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ വൾണറബിൾ ആണ്. എനിബഡി ക്യാൻ അറ്റാക്ക് ദാറ്റ്. ഇത് അവർ സമ്മതിക്കുന്ന പോലെ ആവില്ലേ? സംബഡി ഹാസ് അറ്റാക്ഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരും പറയുന്നത് എന്താ? ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ആർക്കും കയറാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ഫയർ വോൾ. അത് ഇത് ഇട്ട് ഞങ്ങൾ സുരക്ഷിതമാക്കിയിരിക്കുന്നതാണ്. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ബന്ധത്തിന് മുമ്പേ ഞങ്ങളൊരു എയർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ പട്ടാളക്കാർ പറയുമല്ലോ. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് യൂബറിൻ്റെ മൊത്തക്കച്ചവടം എടുക്കാൻ പോയപ്പോൾ ആളുകളെല്ലാം കൂടെ ബഹളം വെച്ചു, നിങ്ങളുടെ ഇത്രയും ഓഫീസേഴ്സിൻ്റെ ലൊക്കേഷൻ യൂബർ എന്ന അമേരിക്കൻ കമ്പനി. അപ്പോൾ അവർ പറഞ്ഞേ അങ്ങനെയൊന്നുമല്ല, അതർവൈസ് ഓൾസോ വി ക്യാൻ ബി ലൊക്കേറ്റഡ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഈസ് പ്രൊട്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് അറിയാം എന്ത് പ്രൊട്ടക്ഷനാണ്. എനിവേ ദാറ്റ് ഈസ് ഐ വിൽ നോട്ട് കാസ്റ്റ് ആസ്പിറേഷൻസ് ഓൺ മൈ ഓൺ മിലിറ്ററി. ബട്ട് ദ സെയിം വേ പീപ്പിൾ ജനറലി ഡോണ്ട് എഗ്രി ദാറ്റ് ദേ ക്യാൻ ബി. എൻ്റെ വീട്ടിൽ കള്ളം കയറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. ഇത് സാധാരണ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. സേഫാണ്. അപ്പോൾ ഇതൊരു ടെറർ അറ്റാക്ക് ആണെങ്കിൽ പോലും നമ്മുടെ രാജ്യം അതേക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും ചെയ്യാനോ പോകുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യം എടുത്തിട്ട് അന്വേഷിച്ചാൽ ഒരു കാര്യം നമ്മൾ ചെയ്തു. ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഓറഞ്ച് ബോക്സ്, അത് നമ്മളെ കയ്യിലാണ്. അത് സായിപ്പിൻ്റെ കയ്യിൽ കൊടുത്തില്ല. അപ്പോൾ അതിൽ റോ ഡാറ്റയുണ്ട്. ഇപ്പോൾ പൈലറ്റ് അസോസിയേഷനും അവരൊക്കെ ഒന്നുമില്ല. അവർ പറഞ്ഞു ഞങ്ങളെ കൂടെ ഇരുത്തിയിട്ട് ഇത് പരിശോധിക്കണം. ഓക്കെ, ലെറ്റ് us ഡു ദാറ്റ്. നമ്മുടെ പൈലറ്റുമാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പൈലറ്റുമാരുടെ ഇടയിൽ ഇത് ആത്മഹത്യയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു റിട്ടയർഡ് പൈലറ്റ് അങ്ങേര് NDTV പറഞ്ഞു, ഐ നോ വൺ ഓഫ് ദ പൈലറ്റ് ഹാഡ് സം പ്രോബ്ലം, some history. All other pilots know that he has got some history except Air India and DGCA. ബാക്കി എല്ലാവർക്കും ഇയാൾക്ക് സുഖമില്ലായിരുന്നു എന്നറിയാം. അയാൾക്ക് എന്തായിരുന്നു അസുഖം എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഒരുപാട് പൈലറ്റുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് വാസ് ക്യാപ്റ്റൻ രംഗനാഥൻ. വളരെ പഴയ പൈലറ്റാണ്, ഇന്ത്യൻ എയർലൈൻസിൻ്റെ കാലം മുതലുള്ള പൈലറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അഭിപ്രായമുള്ള പൈലറ്റുമാരും ഉണ്ട്.
അപ്പോൾ അവർ ഇൻ്റർഫിയർ ചെയ്യട്ടെ. മുമ്പൊരു എയർ ആക്സിഡൻറ്റ് ഇതുപോലെ ഒരു പൈലറ്റ് സൂയിസൈഡ് ചെയ്തോ ഇതിനെക്കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലേ? ഇതും ഒക്കെ ആ സൂയിസൈഡും ഒക്കെ അയാളുടെ തലയിൽ വെച്ചതാണ്. ഒരു പൈലറ്റും വിമാനവും എല്ലാം കൂടെ തകർന്ന് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന പണി അയാൾ ആത്മഹത്യ ചെയ്തെന്ന് പറയലാണ്. അയാൾക്ക് തിരിച്ചു വന്നൊന്നും പറയാനില്ല, സാക്ഷികളിൽ എല്ലാവരും മരിച്ചുപോയി. സോ ക്ലീൻ. ഞാൻ പറയട്ടെ, ഇവർ കോക്പിറ്റിൽ ക്യാമറ വയ്ക്കാത്തത് എന്താ? CCTV ഇത്ര അഡ്വാൻസാണ്. നമ്മുടെയൊക്കെ അടുക്കളപ്പുറത്ത് CCTV ഇരിക്കുന്നു, വിമാനത്തിൽ CCTV ഇല്ല കോക്പിറ്റിൽ. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ. വൈ ഇറ്റ് ഈസ് നോട്ട് ദെയർ? വൈ നോട്ട് ദെയർ? ഇപ്പോൾ വന്ദേ ഭാരതിൽ CCTV വയ്ക്കാൻ പോകുന്നു. അല്ല, ട്രെയിനുകളിലെല്ലാം വെക്കാൻ പോവാണ്. ഈ അതിനകത്ത് ഒരു പ്രൈവസിയുടെ പ്രശ്നമുണ്ട്. ബട്ട് വെൻ യു ആർ ഓൺ ഡ്യൂട്ടി, പ്രൈവസി ഡസൻറ്റ് കൗണ്ട്സ്. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, അവിടെ ആയിട്ട് CCTV വെച്ചിരിക്കും. എൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറരുതെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഒരു കോക്പിറ്റിൽ CCTV വെച്ചാലെന്താ? ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. CCTV ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതാരെങ്കിലും ഓഫ് ചെയ്യുന്നുണ്ടോ, ഓൺ ചെയ്യുന്നുണ്ടോ. യു ക്യാൻ പെർഫെക്റ്റ്ലി സീ. വൺസ് ഫോർ ഓൾ ദ ഇഷ്യൂ വിൽ ബി ഓവർ. അതിന് CCTV വയ്ക്കാത്തതിന് 110 കാരണങ്ങൾ ഇവർ കണ്ടുപിടിക്കും. സത്യം പറഞ്ഞാൽ ഒരു കൊച്ചുവെള്ളം ഉണ്ടാക്കുന്ന ശ്രദ്ധ പോലും ഈ പാസഞ്ചർ വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇവർക്ക് ആർക്കും ഇല്ല. ദേ ആർ നോട്ട് എൻജിനീയേഴ്സ്. ഞാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഹണിവെല്ലിൻ്റെ ഈ പിണക്ക് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാനായിട്ട്. ഈ ലൊക്കേഷന് ശരിയല്ല, എനിക്ക് ഈ ലൊക്കേഷൻ മാറ്റി തരണമെന്ന് പറയും. ബോയിങ്ങിന് ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ പറയും, ഈ പറഞ്ഞ ഈ ഷട്ട് ഓഫ് സ്വിച്ചിൻ്റെ ലൊക്കേഷൻ മാറ്റണം, അത് റെഡ് കളറിലാക്കണം. അതിങ്ങനെ 2 mm വലിച്ചാൽ പോരാ, ഒരു 4 mm എങ്കിൽ 2 കൈ കൊണ്ടും വേണം എമർജൻസി ഷട്ട് ഡൗൺ ഓപ്പറേറ്റ് ചെയ്യാൻ. ഇറ്റ് ഹാസ് ടു ബി എ കോൺഷ്യസ് ഡിസിഷൻ. 2 കൈ എവിടെ നിന്നുണ്ടാകും? 2 പൈലറ്റുണ്ട്. ഒരാൾ വണ്ടി ഓടിക്കുന്നു, മറ്റേ ആൾ മോണിറ്റർ ചെയ്യുന്നു. മോണിറ്റർ ചെയ്യുന്ന ആളിൻ്റെ 2 കൈയും ഫ്രീ ആണ്. ഹി ക്യാൻ ഡു ആൻ എമർജൻസി. 2 അല്ല 3 ഉണ്ട്. ഓട്ടോ പൈലറ്റ് വേറെയുണ്ട്. ഓട്ടോ പൈലറ്റ് ഈസ് ഓട്ടോ പൈലറ്റ്. നേരത്തെ ഒരു 3ാമതൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇതുമായിരുന്നു, പിന്നീട് അത് മാറ്റിയതിൻ്റെ ആവശ്യമില്ല, എല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ദിസ് ക്യാൻ ബി ഡൺ. നിങ്ങളിത് മിഡ് എയറിൽ നിങ്ങൾക്ക് എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സൗകര്യമാണിത്. എൻജിന് തീ പിടിക്കുകയോ ഫ്ലെയിം ഔട്ട് ആകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. സോ അത് അത്ര വലിയ എമർജൻസി അല്ല. ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു എൻജിന് തീ പിടിച്ചാൽ അത് കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ടേക്ക് ഓഫ് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ അതിന് വേണ്ടി ഷട്ട് ഓഫ് ചെയ്യാൻ അതിന് ശുശ്രൂഷിക്കാൻ ആരും പോകാറില്ല. കത്തിപ്പോട്ട്. കാരണം ഹൈറ്റ് കിട്ടണം നിങ്ങൾക്ക്. ഹൈറ്റ് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈറ്റിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എൻജിൻ കത്തിയാൽ അത് കത്തിക്കോട്ടെ എന്ന് വയ്ക്കും. യു ഷുഡ് നോട്ട് ബി ഗിവൺ എനി എമർജൻസി പൊസിഷൻ. ഈ ആകാശത്തിൽ കയറി കഴിഞ്ഞാൽ എയർബോൺ, വിമാനം എയർബോൺ ആയിക്കഴിഞ്ഞാൽ മൊത്തം അതിൻ്റെ ലോജിക്ക് മാറണം. ഇപ്പോൾ വിമാനം താഴെ റൺവേയിൽ നിൽക്കുന്നു എന്ന് വെച്ചോ, ആ വിമാനത്തിൻ്റെ ഈ ടയർ, ലാൻഡിങ് ഗിയർ എന്ന് പറയില്ല, ഈ ടയർ അകത്തേക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും പറ്റില്ല. കാരണം ഇൻ്റർലോക്ക്ഡാണത്. വിമാനം താഴെയാണ് എന്ന് വിമാനത്തിന് അറിയാം. അത് ലാൻഡിങ് ഗിയർ പൊക്കാൻ സമ്മതിക്കില്ല. ലാൻഡിങ് ഗിയർ പൊക്കി കഴിഞ്ഞാൽ വിമാനം ഇങ്ങനെ താഴേക്ക്. ദിസ് ഹാപ്പൻ. ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് നമ്മളുടെ എയർഫോഴ്സിൽ വർഷങ്ങൾക്ക് മുമ്പ്. മെയിൻ്റനൻസിൻ്റെ സമയത്താണ്. ഹാങ്ങറിൽ കയറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ ഇൻ്റർലോക്ക് എല്ലാം ബൈപ്പാസ് ചെയ്യും. താഴെ ഒരാൾ വർക്ക് ചെയ്യുന്നു, അകത്ത് ഈ ക്യാപ്റ്റൻ്റെ സീറ്റിൽ വേറൊരു എയർഫോഴ്സുകാരനുണ്ട്. അയാൾ അറിയാതെ ഈ ലാൻഡിങ്ങുകൾ പൊക്കി താഴേക്കിരുന്നു. ഈ താഴെയുള്ള ആളുടെ മനസ്സിലായില്ല ഇത് താഴത്തേക്ക് വരുന്നുണ്ട്. മനസ്സിലായി വന്നപ്പോഴത്തേക്ക് ഇത് ചെയ്യണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അതിനിടയ്ക്ക് ജാമായി ഇയാൾ മരിച്ചുപോയി. മറ്റേ ആൾ റിസൈൻ ചെയ്തു. എന്നെ പട്ടാളത്തിൽ നിന്ന് ഒഴിവാക്കണം, പട്ടാളത്തിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കുന്നുണ്ട്. ബട്ട് കുറ്റബോധം കൊണ്ട് അയാൾക്ക് ആകെ വഷളായിട്ട് ആ മനുഷ്യനെ എനിക്കറിയാം, എൻ്റെ പരിചയക്കാരനാണ്. ദിസ് ഹാപ്പൻഡ്. അത് ഇൻ്റർലോക്ക് ബൈപ്പാസ് ചെയ്ത് ഹാങ്ങറിൽ വെച്ച് അബദ്ധവശാൽ സംഭവിച്ചതാണ്. അല്ലാതെ ഒരു വിമാനം നിങ്ങൾ താഴെ നിൽക്കുമ്പോൾ ലാൻഡിങ് ഗിയറാകത്ത് ഇതൊക്കെ ഇൻ്റർലോക്ക്ഡാണ്. ആകാശത്തേക്ക് പോയ ഒരു വിമാനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ല.
ഇനി ഓഫ് ചെയ്തേ പറ്റുള്ളൂന്നെങ്കിൽ ഈ 2 കൈയും ഉപയോഗിച്ചൊക്കെ ഓഫ് ചെയ്യത്തക്ക രീതിയിലാക്കണം. എനേബിളിങ് ബട്ടൺ ഒരു കൈ കൊണ്ട് ഞെക്കിയിട്ട് മറ്റേത് പിടിച്ച് വലിച്ചിട്ട് ഇത് ഇങ്ങോട്ടിട്ട് ഓഫ് ചെയ്യുക. അത്രയ്ക്ക് ഇൻ്റർലോക്കിംഗ് സംവിധാനം കൊടുക്കണം. ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും ഇവർ. സോഫ്റ്റ്വെയറിൽ ഒരു ബഗ് കയറ്റാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിത് അട്ടിമറിയാണെന്ന് സംശയിക്കുന്നത്. ഏതായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് വന്നതെങ്കിൽ അല്ലേ? നേരെ തിരിച്ചു പോകാം. ആരെങ്കിലും രക്ഷിക്കാനോ മറ്റാരെയെങ്കിലും കുഴപ്പത്തിലാക്കാനോ. അതാരെ കുഴപ്പത്തിലാകാൻ? അല്ല, കുറച്ച് പേര് രക്ഷിക്കുമ്പോൾ ഇതിനൊരു കുറ്റക്കാരനൊരു ഉത്തരവാദി വേണമല്ലോ. അവരെ സേവ് ചെയ്യാൻ ആയിരിക്കാം. ഏതായാലും ഇപ്പോഴും പ്രതീക്ഷ കൈവിടണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.